നമുക്കിന്ന് ജയ ഒരു നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിയാൽ. അതിനായിട്ട് നമ്മുടെ അരിയൊക്കെ ഞാനൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് ഞാൻ ആദ്യം കൊടുത്തേക്കുന്നത് നല്ല ചൂടുവെള്ളം കേട്ടോ. പെട്ടെന്ന് അഴുക്കെല്ലാം പോയി ഒന്ന് ക്ലീൻ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആ ചൂടുവെള്ളം മാറ്റിയതിന് ശേഷം കുറച്ച് നമ്മുടെ സാധാ വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒരു 2-3 തവണ കഴുകിയെടുക്കാം. ഇപ്പം നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് ഞാൻ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെള്ളം ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരി വെക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഞാനിപ്പോൾ കൈകൊണ്ട് കാണിച്ച്, അതിന് താഴെ വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ചോറിങ്ങനെ കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി ഒന്ന് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ തവി വെച്ചോ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ലേശം നാരങ്ങാനീരും കൂടെ ഒന്ന് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലും അടുപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അരി നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ടാവും. ഇപ്പം നമ്മുടെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രഷർ ഒന്ന് പോയതിന് ശേഷം നമുക്ക് നമ്മുടെ കുക്കറൊന്ന് തുറക്കാം. ഇത് വേണ്ട, നമ്മൾ ഇത്രയും വെള്ളം ഒഴിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നല്ല പരുവത്തിന് അരി നല്ലപോലെ വെന്ത് കിട്ടും. നല്ലപോലെ നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വാർക്കാം. ഇങ്ങനെയാട്ടോ ഞാൻ ജയ റൈസ് കുക്ക് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ വേറെ മെത്തേഡൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.